ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ വൈറൽ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ, ഫിഷ് മസാല ഫ്രൈ. ഏത് തരം മീൻ വേണമെങ്കിലും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. പക്ഷെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് അയിലയാണ് കേട്ടോ. അയിലയാണെങ്കിൽ നമുക്ക് രണ്ട് കഷ്ണം ആക്കേണ്ട ആവശ്യമില്ല. അത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ അമ്മച്ചി കിടലോസ്കി ടേസ്റ്റ് ആണ് കേട്ടോ. വളരെ രുചികരമാണ്. നമ്മൾ സാധാരണ ഈ വാഴയിലയിൽ പൊള്ളിക്കുന്ന ആ ഒരു രീതിയാണ് എനിക്കും ഫീൽ ആയത്. പക്ഷെ ഇത് പുളിവെള്ളമൊക്കെ ചേർക്കുമ്പോഴുണ്ടല്ലോ, എന്താ പറയാ, നല്ലൊരു ടേസ്റ്റ് ആണ്. വെരി മിനിമൽ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൽ തന്നെ ഇത് മതി കേട്ടോ. പ്രത്യേകിച്ച് അതിന് വേണ്ടി പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അയില വെടുപ്പാക്കി നമുക്ക് ഇങ്ങനെ സ്ലിട്ട് കൊടുക്കാം. അപ്പോൾ മസാല ഉള്ളിൽ നന്നായിട്ട് പോവേ. നമുക്ക് തുടങ്ങാം. ചെറിയുള്ളി, മെയിൻ തിങ് ചെറിയുള്ളിയാണ് കേട്ടോ. കുഞ്ഞുള്ളി അത് ദയവായി സവാള ഇതിൽ ഉപയോഗിക്കരുത്, പണിപാളും. പിന്നെ ലേശം വെളുത്തുള്ളി, ഇവയെല്ലാം നന്നായി ചതച്ച് തന്നെടുക്കണം. അത് അരിഞ്ഞോ അത് മിക്സിയിൽ അരച്ചെടുക്കരുത്, ചതച്ചിട്ട് അത്ര തന്നെ. ഇതാണ് മെയിൻ മസാല. അപ്പൊ സ്റ്റൗ കത്തിക്കുന്ന മുൻപ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം അടുപ്പ് കത്തിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പൊടികളായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാ പറയണേ. എന്നിട്ട് സിമ്മിൽ വെച്ച് സ്ലോ ഫ്ലെയിമിൽ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ആ പൊടികളുടെ നല്ലൊരു മണം കിട്ടുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരു ലേശം ഉപ്പ്, ഈ മസാലയ്ക്ക് വേണ്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നമുക്ക് ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ ഇഞ്ചി ഞാൻ ചതയ്ക്കാനില്ല, നീലനെ ഇങ്ങനെ മുറിച്ച് ചേർക്കേണ്ട. പിന്നെ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, മുളകിൻ്റെ തരി, ഇവൻ കൂടി ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്ത് പുളിവെള്ളം, കോൾപുളിയാട്ടോ, ഇതും കൂടി ഇട്ട് നന്നായി ഒരു തിള വരുമ്പോൾ നമ്മൾ വെടുപ്പാക്കി വെച്ച അയില കട്ട് ചെയ്യരുത് കേട്ടോ. മുഴുവൻ അയില അങ്ങനെ തന്നെ ചേർക്കണം. അത് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പൊന്നോ. ഇത് അടച്ച് വെച്ച് ഒരു ലേശം ഒരു സ്പൂൺ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അടച്ച് വെച്ച് ക്ഷമയോടെ നമുക്ക് തിരിച്ചും മറിച്ചും ഇത് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ് വേണം, കാരണം വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുക്കല്ലേ. അപ്പം ഇച്ചിരി സമയം പിടിക്കും. കണ്ട പയ്യനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇപ്പം തന്നെ എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നു. അത്രേ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും ഈ വീക്കെൻഡ് തന്നെ, നാളെ ശനിയാഴ്ച അല്ലേ, അയിലക്കൊക്കെ എത്രയാണ്? ഞങ്ങളുടെ അവിടെ 160 രൂപ കിലോ. നിങ്ങളുടെ അവിടെ എത്രയാണെന്ന് പറയണേ. അപ്പൊ നാളെ തന്നെ അയില മേടിച്ച് ഇതൊന്ന് ഉണ്ടാക്കണേ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും. അപ്പൊ മെനി മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ടു കം. ലവ് യു ഓൾ, ബൈ.